ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നരേതത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ. അവിടെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലൂരിലേക്ക് പോകാനായിട്ട്. ബംഗ്ലൂർ എന്ന് പറയുന്നത് നേപ്പാൾ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അതും ഗണ്ഡകി പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ ഗണ്ഡകി പ്രൊവിൻസിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കയറ്റം കയറാണ്ട് ഒരു 14 കിലോമീറ്റർ കയറ്റാണ് ഫുള്ള്. അത് കയറിയതിന് ശേഷം ഇറങ്ങുന്നതാണ് ബംഗ്ലൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ സെൻറ്റർ ആയിട്ടുള്ള ടൗണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുത്തനുള്ള കയറ്റങ്ങൾ കേട്ടോ, നമുക്ക് കയറാനുള്ളത് അങ്ങൊക്കെ കയറി പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിതാ കയറ്റം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ കയറ്റങ്ങൾ കയറാൻ ബാക്കിയാണ്. നേരെ പോലത്തെ റോഡാണെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് നോക്കി നോക്കി, ഇതൊക്കെ കയറ്റങ്ങൾ തന്നെയാണ്, നമുക്ക് നേരെ അല്ല. എന്നാലും ചെന്ന് നോക്കി നോക്കാം മുന്നോട്ടേക്ക്. കല്യാണ പരിപാടി കേട്ടോ അവിടെ. കല്യാണ പരിപാടി അവിടെ. ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു. ഹായ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ആരെ കല്യാണമെന്നൊന്നും അറിയില്ല. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കാണെന്നറിയില്ല കേട്ടോ. എല്ലാവരും കൂടി കാറിലൊക്കെ ആയിട്ട് പോവാണ്. നേരത്തെ വന്ന കല്യാണത്തിൻ്റെ ആൾക്കാർ മൊത്തം ഇതാ ഇവിടുന്ന് പൊക്കോണ്ടിരിക്കുന്ന കാണാൻ പറ്റൂ. എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് ആൾക്കാരാട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ കല്യാണത്തിന് ആൾക്കാർ പോകുന്നത്. ആര് കൊട്ടയിൽ എന്താണെന്ന് അറിയില്ല, കൊട്ടയം കൊണ്ടാട്ടോ പോകുന്നത്. മണവാളൻ ഏതാന്ന് പോലും അറിയില്ല. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇവരൊക്കെ കല്യാണത്തിന് വന്നാട്ടോ. CPM വിളിച്ച് പോകുന്നു. ഇതിലേക്ക് നേരെ ആൾക്കാരും പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഒച്ചപ്പാടും മേളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോവാറ്. സെറ്റല്ലേ? കല്യാണം കൂടിയിട്ടില്ല കേട്ടോ, കല്യാണം കാണുന്നേ ഉള്ളൂ. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ദൂരം നിന്ന് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. മലയുടെ മുകളിലായിട്ടാ വീടുന്നത് പെണ്ണിൻ്റെ. പെണ്ണാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തൊരു ഗ്രാമം കണ്ടതാട്ടോ. മലയുടെ മുകളിൽ നോക്കിക്കേ, എന്ത് സുന്ദരമായൊരു ഗ്രാമമല്ലേ. അതുപോലത്തെ ഒരു ഗ്രാമത്താട്ടോ നമ്മൾ ഇന്നലെ നിന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിന്നതെന്നൊക്കെ. അവിടെ നെൽവയലൊന്നും ഇല്ലായിരുന്നു, ഇവിടെ നെൽവയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് നോക്കിക്കേ, നല്ല രസമില്ല. അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തും അവിടെയൊക്കെ ആയിട്ട് മലേൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ അധികം ഗ്രാമങ്ങൾ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നൊരു മലയാട്ടോ. അത് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ കേട്ടോ. നമ്മളിപ്പം വരുന്ന മലയാണെങ്കിലും ഇതിൻ്റെ മുകളിലും കാണാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ അതിനെ കൊണ്ട് കാണാൻ പറ്റില്ല. ഓപ്പോസിറ്റ് മലയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാനും പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് തളർന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നേരം ഹിമൽ എന്ന് പറഞ്ഞ ബ്രോ നമുക്ക് ഓറഞ്ച് കൊണ്ട് തന്ന കേട്ടോ. എന്ത് ആൾക്കാരല്ലേ. താങ്ക് യു സോ മച്ച് भैया. आप किधर से? मैं इधर बागलून से. मैं बागलून जा रहे. ഓക്കെ, താങ്ക് യു. ഇത് കണ്ടോ, നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാട്ടോ. ഒരു റോഡ് മൊത്തം താഴേക്ക് ഇടിഞ്ഞു പോയൊരവസ്ഥ. ഇനിയുള്ള മഴയിൽ ഇത് താഴെ പോകാനാണ് ചാൻസ്. അമ്മാതിരി ഇടിയിലാണ് ഇടിഞ്ഞത് കണ്ടോ. ഇനിയുള്ള മഴയിൽ ഇത് മൊത്തം താഴേക്ക് പോവും. ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് മലേൻ്റെ മുകളൊക്കെ വീടുകളൊക്കെ ഉണ്ടോ. ഇവിടെ ഒരു സ്കൂളുണ്ട്, ഇവിടുത്തെ പിള്ളേരാട്ടോ ഇത്. ഹായ്, इधर से गाँव का नाम क्या है? जाकिस्तान. ओ, अब इधर से स्कूल में पढ़ा. कितना स्कूल इधर कितना तक है? 12 तक. ओ, 12 तक. ഓ, ഗവൺമെൻറ് സ്കൂള്. ഓക്കെ, ഇവിടുത്തെ പിള്ളേരാട്ടോ ഇത്. ഇവിടുത്തെ ഗ്രാമങ്ങളിലെ മലേൻ്റെ മുകളിലാട്ടോ ഉള്ളത്. നമ്മൾ നോക്കിയാൽ താഴെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലാണുള്ളത്. നമുക്കിനി പോകാനുള്ളത് ഇതിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ മുകളിലൊരു വഴിയുണ്ട്, അതും കയറി പോകാനുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വീടുകളും കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ. പിള്ളേർ നോക്കിയേ, പേരൊക്കെ തിന്നു കേട്ടോ ഇവര്. ഓറഞ്ചിൻ്റെ തോട്ടാണ് കാണുന്നത്. അങ്ങ് ഫുള്ള് ഇവിടെയൊക്കെയുള്ള സാധനം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ മരത്തിനുള്ളൊക്കെ കണ്ടോ,
ഓറഞ്ചാണ്. അത് അങ്ങൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഫുൾ ഓറഞ്ചാട്ടോ. ഇവരെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. മലേൻ്റെ മുകളിലുള്ളൊരു വീടാട്ടോ. എന്ത് രസമാണ് കാണാൻ. ഇവിടെയൊക്കെ മനോഹരമായൊരു കാഴ്ചയാണ്. നമുക്കങ്ങനെ ഇതാ പിള്ളേർ നമ്മൾ നാട്ടിൽ നിന്ന് പേരക്കൊക്കെ പറിക്കുന്ന പോലെ ഓറഞ്ച് പറിച്ചു വന്നിരിക്കുക കേട്ടോ. അതാ ഈ പിള്ളേർ മൊത്തം ഇവൻ പോയിട്ട് പറിച്ചിട്ടുണ്ടോ കേട്ടോ അവിടുന്ന് ഓറഞ്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1900 മീറ്റർ ഹൈറ്റിലാട്ടോ. ഇനിയും 200 മീറ്റർ ഹൈറ്റിലേക്ക് കയറാണ്. 2150 മീറ്റർ വരെ കയറിയിട്ട് പിന്നെ ഇറക്കാണ്. ഇനി 3.5 കിലോമീറ്റർ കൂടിയാണ് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തർ തന്നെ ഓറഞ്ച് കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സൈക്കിൾ ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കയറ്റം തന്നെ കയറ്റം, എന്നാലും കയറി പോകുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഇന്ന് നല്ലോണം വയറ് നിറച്ച് ചോറ് തിന്നിട്ടുണ്ട്. അതിനെ കൊണ്ടാന്ന് തോന്നുന്നത്. അതിൻ്റെ ശക്തിയിലാണ് ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുകളിൽ എത്രയും പെട്ടെന്ന് എത്തണം. 3.5 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ എന്തായാലും 3.5 കിലോമീറ്റർ എന്തായാലും നമ്മൾ പോകും. ഇതാ വണ്ടിയൊക്കെ വരുന്നുണ്ടോ, കയറിക്കൊണ്ടിരിക്കുക. കയറ്റം കയറുക. ഇത് ശരിക്കും കയറ്റാണ്, കണ്ടാൽ മനസ്സിലാവില്ല. മലേൻ്റെ മുകളിലൊക്കെ വീട് കണ്ടോ. 2000 മീറ്റർ ഹൈറ്റിലാട്ടോ നമ്മളുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന്. കയറ്റം കയറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതൊക്കെ കയറ്റാട്ടോ. കയറ്റം കയറി 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 വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് മുകളിലായിട്ട് 2-3 വീടും കാര്യങ്ങളൊക്കെ. സമയം അങ്ങനെ 3 മണിയായി. നമ്മളിതാ ഇവിടെ ഒരു വാച്ച് ടവർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതാട്ടോ വാച്ച് ടവർ എന്ന് പറയുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിമാലയാസ് കാണാൻ പറ്റും. ഫുള്ളിങ്ങനെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ കോട ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. രാവിലെ ആണെങ്കിൽ ഈ ഒരു നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ശശിയായി ഗൈസ്. എന്നാലും നമ്മൾ കാണുമല്ലോ, കുറേ ദൂരം ഇനിയും പോകാനുണ്ടല്ലോ. അപ്പോൾ അത് ആ റോഡിലാട്ടോ ഇനിയും കയറാനുണ്ട്. അങ്ങ് വരെ കയറി പോകാനുണ്ട്, എന്നിട്ടാണ് ഇറക്കം വരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ടോപ്പിലെത്തിയിട്ടുണ്ട്. 2150 മീറ്റർ ആട്ടോ ഇവിടുത്തെ ടോപ്പിലത്തെ ഹൈറ്റ്. നമ്മളത് വരാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്ററാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. 11:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 മണിയായി. 3.5 മണിക്കൂർ കൊണ്ട് നമ്മളിതാ ടോപ്പിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടൗൺ പോലത്തെ സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ഒരു ടൗൺ പോലത്തെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനി ഫുള്ള് ഇറക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ 2150 മീറ്ററിൽ നിന്ന് 800 മീറ്റർ ഹൈറ്റിലേക്കാണ് ഇറങ്ങി പോകാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം 3 മണിയായി. നമുക്കൊരു 5 മണിക്കേക്ക് ബാംഗ്ലൂരിൽ എത്തണം. ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമ്മളെ ഈ സ്ഥലത്തെ നമ്മുടെ ജില്ല, ഇവിടുത്തെ ജില്ലയുടെ ക്യാപിറ്റലാണ്. അവിടെ നമ്മൾ പോകാൻ പോകുന്നത്. വലിയ സിറ്റി ആയിരിക്കും. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഹിമാലയം കാണാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും നമുക്ക് മുന്നോട്ടൊക്കെ തന്നെ പോവാം. എന്താട്ടോ ആ ഒരു ബസാർ, കുറച്ച് ഇത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഹോട്ടൽ ഹിമാലയം വ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫുൾ കോടയായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയുണ്ട് കയറ്റം കേട്ടോ. കയറ്റം എല്ലാം തോന്നുന്നു. ഈ ഒരു കയറ്റം കൂടി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇറക്കും. അവിടെ ഒരു കയറ്റം കൂടി ഉണ്ട് ഗൈസ്. ഒരു പട്ടി നമ്മളെ നോക്കിയിട്ട് മരിക്കുന്നുണ്ട്. മരക്കട എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരം കണ്ട ഒരു ഗ്രാമമാട്ടോ ഇത്. നമ്മൾ പണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഗ്രാമങ്ങളൊന്നും കാണില്ലായിരുന്നു. ഇതിപ്പം വലിയ വലിയ ബിൽഡിങ്ങും അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഗ്രാമങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ഒന്നും കാണൂലായിരുന്നു. ഇപ്പം മൊത്തം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ. ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇറങ്ങുന്ന നേരം. ചവിട്ടുന്ന മേലെ കയറുന്ന പോലെയല്ല. നമ്മളങ്ങനെ വേറൊരു ബസാറിലെത്തി. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിന് പോകില്ല കേട്ടോ. അതിൻ്റെ മുമ്പ് ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കാനാണ് പ്ലാന്. കാരണം 3:30 4:30 ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെ നിൽക്കും. നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ അത്യാവശ്യം കടകൾ, ഡ്രസ്സിൻ്റെ ഒക്കെ കടകളുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേഗം പോവാം നമുക്ക്. വീണ്ടും ഒരു ഗ്രാമം കണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ഗ്രാമം കേട്ടോ. നമ്മളെ വില്ലേജ് പോലെ തന്നെയുള്ളൊരു ഇതാണ്. നോക്കിക്കേ, അവിടെയൊക്കെ മറ്റേ മഡിനെ കൊണ്ടുള്ള വീടൊക്കെ താഴെയും മുകളിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. അങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയും വീടുകളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു ഗ്രാമമാട്ടോ ഇത്. അങ്ങൊക്കെ ഉണ്ട് കേട്ടോ വീട്. നമ്മൾ വന്നതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. തിരിഞ്ഞു നോക്കുന്നേരം ഇതൊക്കെ കാണുള്ളൂ, അല്ലാണ്ട് കാണൂല. ഒരപ്പൂപ്പനെ ഇതും വൈക്കോലും കൊണ്ട് പോവാ കേട്ടോ. നമുക്ക് ഫുൾ ഓഫ് റോഡ് കേട്ടോ. ഇനി എത്ര ദൂരം ഉണ്ടാകുന്ന അറിയില്ല. ഫുൾ ഓഫ് റോഡാണ്. നമ്മൾ പെട്ടു ഗൈസ്, പെട്ടു. ഇന്ന് ബാംഗ്ലൂരിൻ്റെ എങ്ങനെയെങ്കിലും എത്താൻ വിചാരിച്ചിട്ട് അത് സമ്മതിക്കൂല. നമ്മൾ ഇറങ്ങി വന്ന ആ ഗ്രാമമാട്ടോ ഇത് കാണുന്നത്. ഇതിനെക്കാട്ടും രസമുണ്ട് കേട്ടോ കണ്ണിനെ കൊണ്ട് കാണാൻ. വീഡിയോൻ്റെ അകത്ത് അത് കാണാൻ പറ്റുന്നില്ല. എന്ത് രസമാണെന്നറിയാം ഇത് കാണാനായിട്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന നേരം നിർത്തിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു കാഴ്ച വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ. കിലോമീറ്ററോളം നമ്മളിത് ഓഫ് റോഡ് തന്നെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. എപ്പം കഴിയുന്ന എപ്പോൾ റെഡി ആവുന്ന ഒന്നും അറിയില്ല. ഫുള്ള് ഓഫ് റോഡ് തന്നെ. വണ്ടിക്ക് നല്ലോണം കുലുങ്ങുക കടകടാന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് പോകാനും പറ്റുന്നില്ല. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് വൈകുന്നേരമൊക്കെ ആയിട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
ഈ വഴി പോവുകയാണെങ്കിൽ 4 കിലോമീറ്റർ കുറവാണ്, ഈ വഴി പോവുകയാണെങ്കിൽ 17 കിലോമീറ്റർ ഉണ്ട്, 4 കിലോമീറ്റർ കൂടുതൽ. പക്ഷേ ഓഫ് റോഡാണ്, ഇത് കുറച്ച് വലിയ റോഡാണ്. അതുപോലെ തന്നെ ഇത് ചെറിയ കുത്തനുള്ള ഇറക്കവും കാര്യങ്ങളാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പൂര ആൾക്കാർ ഫാമേ ഇവരെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന ഓറഞ്ച് ആട്ടെ ഇത് മൊത്തം. നോക്കിക്കേ, കൊട്ട കണക്കിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവര്. കിതർ ബാംഗ്ലൂർ ഇതൊരു ലോക്കൽ മാർക്കറ്റ്. ഓ, ലോക്കൽ മാർക്കറ്റിലേക്കാട്ടോ. അപ്പോൾ ഇവരെ ഫാമിൽ തന്നെ ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ദൂരങ്ങൾ പോകാനുണ്ട്. ഓഫ് റോഡാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നത്, എൻ്റെ കാല് മരവിച്ചിട്ട് നടന്ന് കാലൊന്ന് റെഡിയാക്കിയതാ. നല്ല തണുപ്പാണ് ഇവിടെ. എന്തോ റോഡിൻ്റെ അന്ന് കല്ലൊക്കെ എടുത്ത് മാറ്റുന്നൊരു പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് കല്ലിങ്ങനെ കോരിയിട്ട് അതിനകത്തേക്ക് കയറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോളിൽ എന്തോ പൊടിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് മോളിന്. 20 മിനിറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു, ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ല. മോളിൽ ഇങ്ങനെ അവർ കുത്തി താഴേക്ക് ഇടും, ബേക്കോടെ കയറി. ഗാവ് കാ നാം ക്യാ ഹൈ? ബെൽഡാട എന്ന് പറഞ്ഞ ഗ്രാമത്തിലാട്ടോ ഉള്ളത്. നമ്മൾ ഫുൾ ഓഫ് റോഡ് തന്നെയായിരുന്നു, പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഫുൾ ഓഫ് റോഡാണ്. എനിക്ക് വണ്ടിയൊക്കെ പോകുന്നത് പൊടിയൊക്കെ പറത്തിക്കൊണ്ടാട്ടോ വണ്ടിയൊക്കെ പോകുന്നത്, ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞ് ഈ അപ്പൂപ്പനോട് ചോദിച്ച് അങ്ങനെ നമ്മൾ ഇന്നിവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ വ്യൂ ഒക്കെ നല്ലതാണ്. ഇതേ കൂടി തന്നെ ആട്ടോ നാളെ നമുക്ക് പോകേണ്ടത്. ഇറങ്ങി ഓഫ് റോഡ് തന്നെ ഉള്ളൂ കുറേ ദൂരത്തേക്ക്. ആകാശമൊക്കെ നോക്കിക്കേ, വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ടെൻ്റ് അടിക്കേണ്ട പരിപാടിയൊക്കെ നോക്കാം. ചെറിയ പട്ടിക്കുട്ടൊക്കെ ഉണ്ട്. നാം ക്യാ ഹൈ ഇസ്കാ? സേരു എന്നാട്ടോ പേര്. കുറേ ചോട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഹായ് ഷേരു, ഹൗ ആർ യു? വേറെ ചോട്ടേതാ. नाम क्या है तुम्हारा? दिलशान. हमारा नाम है साहिल. 2 ചോട്ട കേട്ടോ. പമ്പിനെ കൊണ്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. പട്ടിക്കുട്ടന് വന്ന് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിക്കേ, ഇതാ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് എനിക്ക്. നമ്മുടെ നാട്ടിൽ ഗ്യാസാണ്, പക്ഷെ ഇവിടെ കൂടുതൽ മരം കിട്ടുന്നതുകൊണ്ട് ഇവര് കൂടുതൽ മരം യൂസ് ചെയ്തിട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഗ്യാസും ഉണ്ട്, പക്ഷെ കൂടുതൽ ഇതാണ് യൂസ് ചെയ്യുക. രാത്രി ആകുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് ചൂട് കിട്ടും. അപ്പൊ ചൂട് കിട്ടും. മലയാളം പറയുന്ന ആരാന്ന് നോക്കിക്കേ, ഇവിടെ ഉള്ള ആളാട്ടോ. പേരെന്താ? പേര് കൃഷ്ണ. എറണാകുളം വർക്ക് ചെയ്താട്ടോ. എറണാകുളം തോപ്പുംപടിയിൽ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളുണ്ടായിരുന്നു അല്ലേ. 2020 തിരിച്ചു വന്നതാ, കൊറോണയുടെ സ്റ്റാർട്ടിങ്ങില്. 2007 പോയി. കുറേ വർഷം വർക്ക് ചെയ്താട്ടോ കേരളത്തിൽ. മലയാളം അറിയാം നല്ല പോലെ. നമുക്ക് മലയാളികളെ കിട്ടുന്നുണ്ട് സംസാരിക്കാന്. പൊറോട്ട ഇവിടെ ഉണ്ടാക്കലുണ്ടോ? ഇല്ല, കുട്ടികളൊന്നും കഴിക്കൂലേ? നമുക്ക് അതേപോലെ പൊറോട്ട ഇങ്ങോട്ട് കിട്ടുന്നില്ല. മൈദ ചപ്പാത്തി. ചപ്പാത്തി ഇവിടെ. ചായ ഉണ്ടാക്കാണ്. ചായ കുടിക്കുക കേട്ടോ. ചായ നല്ല പാൽ ചായ ഇവിടെ തന്നെ. ആടിന്റെ ഇത് എരുമേന്റെ. എരുമേന്റെ ഇഷ്ടമല്ല. പിന്നെ എരുമേന്റെ എരുമ പാലാട്ടോ. തമിഴ്നാട്ടില് എരുമ പാല് ഫുൾ പാലും ഇതാക്കിയിട്ട് നമ്മള് കുടിക്കാണ്. ഇതാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ പയറ്, പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. അത് ഒരു പച്ചക്കറിയുടെ ഭാഗം, അത് പേരറിയില്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി. നമ്മളല്ല, ഇവരാണ് കറി വെക്കുന്നത്, നമുക്ക് തരുന്നതാണ്. आपका नाम क्या बोल दिया? राम. मनी पैसा इसलिए मनी डाल दिया. ഇതാട്ടോ കോമഡി പറയുന്ന ആളാണ്. അപ്പൊ ഇതൊക്കെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുക. अचार खाओगे? हाँ आपके? हाँ ചോറും സോയാബീൻ കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാണ്. നമുക്കൊരു ഉണ്ട്. അപ്പോൾ നമ്മളെ വന്ന് കഴിക്കാൻ വേണ്ടി പോകും. അച്ചാറുണ്ട്. ഉണ്ടല്ലോ. ഓക്കെ, മാങ്ങ അച്ചാർ കേട്ടോ. മാങ്ങ അച്ചാറും കൂട്ടിയിട്ടാണ് നമ്മൾ ചോറുന്നത്.
ലോകത്തേക്ക് ട്രാക്ടർ ലോകത്തേക്ക് രാവിലെ തന്നെ കേട്ടോ നമ്മുടെ ടെൻറ്റ് ഇവിടെ തന്നെ ഉണ്ട്. എണീച്ചതാണ് 6:30 ആ സമയമായിട്ടുണ്ട്. ചെക്കൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വേക്കിൽ സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ മലേൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സൂര്യൻ ഉദിക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഉദിച്ചിട്ടില്ല. അങ്ങൊക്കെ വീടുകളുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നതെന്ന് തോന്നുന്നു. അറിയില്ല, നോക്കാം ഏത് ഭാഗത്തേക്കാണെന്ന് അറിയില്ല. സൈക്കിൾ ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും റോഡ് ഇതാട്ടോ, മെയിൻ റോഡ് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. നല്ല പാൽ ചായ കുടിക്കുക. പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ അവരെ വീട്ടിൻ്റെ മുമ്പിലാട്ടോ ഉള്ളത്. അവരെ വീട് എന്ന് പറയുന്നത് എന്താ, ഇത് ഫ്രണ്ട് വശം, അപ്പുറത്ത് ബാക്ക് വശമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പം പുറത്തേക്ക് പോവാണ്. അവർ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളു വശം എന്നൊക്കെ. സൂര്യൻ ഇതാ ഉദിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മുകളിൽ നോക്കിക്കാൻ മലനിരകളൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇപ്പോഴത്തെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ പൊടിയാണ്. പൊടിയില്ലെങ്കിൽ ഇവിടെ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. വേറൊരു മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമായി മാറുമായിരുന്നു. ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ. നോക്കിക്കേ വീടൊക്കെ. നമ്മൾ ഇന്നലെ കണ്ട ആളെ ഫാമിലി ആട്ടോ ഇത്. ചോട്ടെ നോക്കിക്കേ, ഗായത്രി നാട്ടെ പേര്. ചേട്ടാ ഗായത്രി നാട്ടെ പേര്. നോക്കിക്കേ ചെറിയ വെച്ചാട്ടോ. ഇവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ അയച്ച് പോകേണ്ട പരിപാടി നോക്കണം. സമയം ഇപ്പം കുറേ ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഏറായിട്ടേ ഉള്ളൂ. വ്യൂ നോക്കിക്കേ എന്ത് രസമാണ്. ഇവരിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ ഓറഞ്ച് വെക്കല കേട്ടോ. ഇതുണ്ട് ഓറഞ്ച് വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഓറഞ്ച് കൊണ്ട് വെച്ചിട്ട് വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് വിൽക്കും. കിലോൻ്റെ തൂക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് വാങ്ങാനായിട്ടും പോയതെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല, ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പോൾ വണ്ടിക്കാർ വരുന്നേരം ഓറഞ്ചിൻ്റെ പേര് പറയും. വേറെന്തോ പേര് പറയും. ഇതിന് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതാട്ടോ ഇവരെ വീടിൻ്റെ ബേക്ക് വശമാണ് ശരിക്കും ഇത്. നമ്മൾ നേരത്തെ കണ്ടത് ഫ്രണ്ട് വശം. മലയുടെ മുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന കേട്ടോ കാണുന്നത്. നോക്കിക്കേ സൂര്യൻ ഉദിച്ചു വരുന്നേ. ഇതാ നമ്മളെ അങ്കിൾ ഇവിടെ ഉണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ മുകളിൽ നിന്ന്. അയ്യോ എന്ത് രസമാണ് കാണാനായിട്ട്. ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് ഇത് മുകളിലേക്ക് വരിക. നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ചൂടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ചൂട് കിട്ടും. ബീൻസ് ഇവർ ബീൻസ് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നോക്കിയാൽ ഞങ്ങൾ കുറേ പറിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെറിയൊരു മരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കഴിച്ച സാധനം കേട്ടോ ഈ ഒരു ഇത് പച്ച കളറിലുള്ളത്. വലിയൊരു മരത്തിൻ്റെ മുകളത്തെ ഒരു കമ്പൂൻ്റെ മുകളാണ് കയറിയിരിക്കുന്നത്. അയ്യോ ഇത് മൊത്തം പറിച്ച് താഴോട്ടേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇതാ കുറേ പറിച്ചിട്ടിട്ടുണ്ട്. ഇനിയും പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടോ. ഇവർ ബുദ്ധിമുട്ടിക്കുന്നില്ല രാവിലെ തന്നെ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. ഏത് വെള്ളം എടുക്കണമെന്ന് നോക്കണം. ഇതാണോന്ന് അറിയില്ല, ചോദിച്ചു നോക്കണം. എൻ്റെ വീട്ടിനുള്ളിൽ കയറി നോക്കിയേക്കണം. കോഴിക്കുട്ടികളെ രാവിലെ തന്നെ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. पीने के पानी वही ढोल में ओ पानी मैं इधर ही थोड़ा वीडियो बना दे घर का. ഇതാട്ടോ ഇവരുടെ വീഡിയോ. ഇവിടുന്ന് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നാണ് സാധാരണ കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ റൂം കെ അന്തർ കുച്ച് നെയ്യ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇതാട്ടോ ഇവരെ ബെഡ്റൂമാണിത്. രണ്ടുപേരും ഉറങ്ങാനുള്ളൊരു ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു ഇത് നമ്മൾ നേരത്തെ കണ്ട ഭാഗം. അതുപോലെ തന്നെ ഇത് ഇവിടെ കിടക്കാനുള്ളൊരു ഇതുകൊണ്ട്. ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. ചെന്ന് നോക്കട്ടെ. ഇവിടങ്ങളാണ് ഇവിടെ ഇവർ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എല്ലാ പൊടികളും പിന്നെ പയറുകളും പിന്നെ ചാക്കിൽ എന്തൊക്കെയുണ്ട്. ഇതാണ് ഈ മുകളിലത്തെ അവസ്ഥ. ഇതാട്ടെ ഇവരുടെ വീടിൻ്റെ ഉൾവശം. ഓട്സ് ഉണ്ടാക്കുക കേട്ടോ. ഇവര് പാലൊക്കെ തന്നതാണ്. അങ്ങനെ പാലൊക്കെ തന്ന് നമ്മൾ പാല് ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ.
രണ്ടുപേരും ഉണ്ട്. वीडियो बनाता है क्या? ആൾക്കാരൊക്കെ ഉണ്ട്. ആ വീഡിയോ യൂട്യൂബ് മേലൊക്കെ हाँ यूट्यूब में लगाएगा. എന്താ നമ്മളെ ചെക്കൻ വന്നിട്ടുണ്ട്. किधर से ऑरेंज लेके आया? मेरे पास गाँव से 37 കിലോ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വിൽക്കണം. ഇന്ന് ക്ലാസ് ഉണ്ട്. 9:30 ആകുമ്പോഴത്തേന് സ്കൂളിൽ പോകണം. സ്കൂൾ ആ ഭാഗത്ത് അങ്ങോട്ടെങ്ങാനാ. പ്ലസ് 2 പഠാനാ? 10 ക്ലാസ്. ആ 10ാം ക്ലാസ് പഠിക്കുക കേട്ടോ. ചെക്കന് ഇവിടുന്ന് പാർട്ട് ടൈം ആയിട്ട് രാത്രിയൊക്കെ ആയിക്കണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന സെയിലൊക്കെ ചെയ്യുന്ന ചെക്കനാട്ടോ. കേരളത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. കേരള മേ ആനക്കെ ലിയേ വസന്തേനാ മൂവി ഫീൽഡ് മേ. സിനിമ ഫീൽഡിലേക്ക് എന്തെങ്കിലും ആയിട്ട് വരണമെന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൊക്കെ ആയിട്ട് കയറുന്ന കേട്ടോ ആഗ്രഹം. ചെക്കന് ഭയങ്കര ആഗ്രഹമാണ്, ഡ്രീമാണ്. അതായത് നമുക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ, ഒരു സ്ഥലത്ത് പോകണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന്. എനിക്കിപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങണം, യൂട്യൂബ് ആരും ക്ലിക്കായിട്ടുണ്ട്, അതിനുള്ള പൈസ കൊണ്ട് വരുമാനം കൊണ്ട് എനിക്കിങ്ങനെ കുറേ സ്ഥലത്ത് കറങ്ങാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവനെന്താ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഫീൽഡിൽ കയറിക്കണം, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വലുതായി വരണം, അങ്ങനെയൊക്കെ അല്ലേ. ഇവനെ അച്ഛനാട്ടോ നമ്മൾ ഇന്നലെ കണ്ടത്, മലയാളം സംസാരിച്ച് കേരളത്തിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഇവന് അതേപോലെ തന്നെ കേരളത്തിൽ വന്ന് സിനിമ ഫീൽഡൊക്കെ കയറുന്നതാണ് ആഗ്രഹം. എന്തായാലും നടക്കട്ടെ. अच्छा से आएगा, ट्राई करने के बाद मिलेगा. मे भी अभी व्लॉगिंग करेंगे, कोई नहीं देखा वो देखेगा, वो मालूम नहीं, वो ट्राई करेंगे मैं. उस तरफ आप तुम भी ट्राई करो. നമ്മളെ സൈക്കിള് പുള്ളി ഓടിക്കുക കേട്ടോ, പറന്ന് പോവാ അങ്ങെത്തി. ഹായ്, ഒരു സ്കൂളിലേക്ക് പോവാ കേട്ടോ. कभी मिलेगा? फिर मिलेगा. यूट्यूब में देखेंगे, आपका वीडियो सब्सक्राइब करेंगे. ഓക്കെ ബൈ. അവരങ്ങനെ പോയി. നമുക്കിത് രാവിലെ തന്നെ ചോറ് ഇതും തന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചോറ് നിനക്കുണ്ടായിരുന്നു, അത്രയും കയറ്റങ്ങളൊക്കെ കയറിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് നിന്നിട്ടാട്ടോ പോകുന്നത്. അങ്കിളും കഴിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും രാവിലെ തന്നെ ചൂടായതുകൊണ്ട് പുറത്തിരുന്നാട്ടോ കഴിക്കുന്നത്. നല്ല ചൂടാണ്. നമ്മുടെ തണുപ്പൊക്കെ ഉള്ളിൽ തണുപ്പുണ്ട്, പുറത്ത് ചൂടാണ്. അപ്പോൾ മലനിരകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിതാ ഫുഡ് കഴിക്കാം. ഇവിടുത്തെ പൊടിയാട്ടോ ഇത്, ഈ റോഡിലുള്ള. അപ്പോൾ നമ്മൾ ഇവരോട് വിട പറഞ്ഞ് പോവാട്ടോ. നല്ല ആൾക്കാരാട്ടോ. എൻ്റെ അടുത്ത് കൊടുക്കാനാണെങ്കിൽ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേനെ. പാവങ്ങളാട്ടോ, ഇവർ തന്നെ കൃഷി ചെയ്ത് ഇവർ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം ചരിക്കാം. നമ്മുടെ സൈക്കിളൊക്കെ റെഡിയാണ്. ഇനി ഫുൾ ഓഫ് റോഡ് കൂടി പോവാട്ടോ. നമ്മൾ പോകുന്ന വയ്യാട്ടോ, ഇത് ഫുൾ ഓഫ് റോഡ് തന്നെ. ഓഫ് റോഡിന് ഒരു മാറ്റമില്ല, കട്ടക്ക് ഓഫ് റോഡാണ്. ഒരു വണ്ടി വന്നാൽ നമ്മൾ കിടക്കും. എന്തായാലും ഇനിയും പോകാണ്ട് കുറേ ദൂരം. അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ, അവരോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിതാ പോകുന്ന വഴിക്ക് കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമെത്തിയിട്ടുണ്ട്. സ്ഥലത്തിന് പേരറിയില്ല. പട്ടി ഇതാ നമ്മൾ നോക്കിയിട്ട് കുരക്കുന്നുണ്ടോ. എവിടെ ചെന്നാലും ഇത് അവസ്ഥ. പട്ടികൾ നമ്മളെ കണ്ടാൽ കുരക്കും. പോത്താറ്റാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു സൈക്കിളും കൊണ്ട് പോകുന്നേരം. പോത്തും വരും, അതാണ് സീന്. വലിയ ഗ്രാമട്ടോ ഇത്. ബിൽഡിങ്ങൊക്കെ ഉള്ള എല്ലാ സ്ഥലത്തും ഓറഞ്ചും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്ന ഗ്രാമമാണത്, അങ്ങ് ദൂരെ കാണുന്നത്. നമ്മളങ്ങനെ ഫൈനലി ഇതാ ബാഗ്ലൂങ് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഏത് ലെവല്, ഫുള്ള് ടൗൺ ആട്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകൾ മാത്രമുള്ള വലിയൊരു സിറ്റി ആട്ടോ ഇത്. നോക്കിക്കേ, ഏത് ഒരു മലേൻ്റെ സൈഡിൽ മൊത്തമായിട്ട് ഫുള്ള് ബിൽഡിങ്. ഏത് ലെവൽ അറിയാമോ? ഞാനതായിട്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ വന്നിട്ട്, നേപ്പാളിൽ വന്നിട്ട്, അയ്യോ വീടുകളൊക്കെ നോക്കിക്കേ എന്ത് വലുതാ ഇതൊക്കെ. അങ്ങ് വരെ ഉണ്ട് കേട്ടോ, അങ്ങ് ദൂരെ വരെ കാണാൻ പറ്റും നമുക്ക്. അങ്ങ് വരെ കാണാൻ പറ്റും. ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഇനിയും താഴോട്ട് ഇറങ്ങാണ്ട് കേട്ടോ. മുകളിലാണ് ഉള്ളത്. വ്യൂ കണ്ടപ്പോൾ എടുത്തതാ. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ. ബാംഗ്ലൂർ എത്തിയപ്പോൾ കണ്ടതാണ്. നമുക്കിനി ഇതാ ഓ മസ്താങ് സീതാ രാസ്ത. ഓക്കെ, पुल के बाद लेफ्ट में पुल है. हाँ, ओ मस्तांग जाने के लिए एक कनेक्शन है सीधा सीधा. ओके हाँ, താങ്ക് യു. അപ്പോൾ നമ്മൾ പോവാട്ടോ നേരെ മസ്താങ്ങിലേക്ക്. നമ്മളപ്പോൾ ബാഗ്ലൂങ്ങിലേക്ക് കയറുന്നില്ല, സിറ്റി വിട്ട് പോവാട്ടോ. മുകളിൽ നോക്കിക്കുക, മലനിരകൾ ഫുള്ള് വലിയ വലിയ മലനിരകളുടെ മുകളിലായിട്ട് കുറേ വീടുകളൊക്കെ കാണാൻ പറ്റും. അങ്ങ് ദൂരെയൊക്കെ ആയിട്ട് വലിയൊരു മലയാട്ടോ അത്. നമ്മളിപ്പോൾ മസ്താങ്ങിലേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത്. മസ്താഗ് ബുർത്തിബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ചെന്ന് നോക്കട്ടെ. നമ്മൾ മസ്താങ്ങിലേക്ക് പോകുന്ന വഴി 2 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ ബാഗ്ലൂന്ന്. നോക്കിയാൽ ഫുള്ള് കൃഷിയിടങ്ങളാട്ടോ. അവരെ ഇങ്ങനെ റൗണ്ടായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ആൾക്കാരവിടെ പണിയൊക്കെ എടുത്ത് വിശ്രമിക്കുന്നതും കാണാൻ പറ്റും. ഇവിടെ ചില ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് മാത്രം നെല്ല് മുളച്ച് വന്നതും കാണാൻ പറ്റും. അതുപോലെ ഇതാ ഇപ്പുറത്തായിട്ട് ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം ഉള്ളത്. മസ്താങ് പോകണോ പോകണ്ടേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും നോക്കി നോക്കാം.
ആൾക്കാർ ചോദിച്ചു നോക്കി എങ്ങനത്തെ റോഡാ കാര്യങ്ങളെന്നൊക്കെ, എന്നിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഒരു ഗ്രാമത്തിലെ തക്കാളി കൃഷിയാട്ടോ ഇത്. ഇങ്ങനെ തന്നെ കിടക്കാട്ടോ, ഫുൾ തക്കാളിയാണ്. ഉണ്ടായിട്ടുണ്ട് തക്കാളിയൊക്കെ, ഫുള്ള് തക്കാളി ആട്ടോ ഇവിടെ. അതുപോലെ ഇതാ ഈ ഒരു ഗ്രാമമാണ് കേട്ടോ അത്. വീടുകളൊക്കെ നോക്കിക്കേ, വ്യത്യാസം വന്നില്ല ഫുള്ളായിട്ട്. ഓരോ വീടുകൾക്കും നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. വലിയ ബിൽഡിംഗ് ഉണ്ടോ, ഇങ്ങനത്തൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതുപോലെ അപ്പുറത്തെ വഴിയായിരുന്നു നമുക്ക് ആദ്യം മേപ്പ് കാണിച്ചത്, പക്ഷേ ഇപ്പം ഇപ്പുറത്തെ വഴിക്കാട്ടോ മേപ്പ് കാണിക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ വഴി എല്ലാവരും മസ്താങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴിക്ക് തന്നെ പോവാം. ഫുള്ള് ഓഫ് റോഡാട്ടോ ഇവിടെ നോക്കിക്കേ, കല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഫുള്ള് ഓഫ് റോഡാണ്. വണ്ടികളൊക്കെ ഞെരുങ്ങിയാട്ടോ പോകുന്നത്. ഒരു വണ്ടി പോയി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. ഒരു ഗ്രാമം വന്നാട്ടോ ഇത് നോക്കിക്കേ, നമ്മുടെ തമിഴ്നാടൊക്കെ ഉള്ള പോലത്തെ ഒരു സീനാണ് എനിക്ക് കാണുന്നേരം ഓർമ്മ വരുന്നത്. ഇതുപോലെ തമിഴ്നാട്ടിലൊക്കെ കാണാൻ പറ്റും, വലിയ ബിൽഡിങ്ങൊക്കെ നിറഞ്ഞത്. പക്ഷെ ഇവിടെ ഒന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കിട്ടാനില്ല. ഞാൻ രാവിലെ കഴിച്ചാണ്, വേറെ ഒന്നും കഴിച്ചില്ല. ഗ്രാമങ്ങളാണ് ഫുള്ള് ഇവിടെ. ഇവിടുത്തെ ഗ്രാമക്കാർക്ക് ഹോട്ടലൊന്നും ആവശ്യമില്ല തോന്നുന്നു, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നതിനെ കൊണ്ട് ഒന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നൊക്കെ പറഞ്ഞിട്ട്. ബെനി 8 കിലോമീറ്റർ ബെനിയിലേക്ക് പോയി. ഇന്ന് നമ്മൾ പോകുന്നത് ഈ വഴിയാണ്. പക്ഷേ ഇപ്പോഴത്തെ വശത്തുള്ള സ്ഥലം നോക്കിയൊക്കെ ഒരു മലേൻ്റെ സൈഡിലായിട്ട് ഫുള്ള് വീടുകൾ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. മലേൻ്റെ സൈഡിലായിട്ട് ഫുള്ള് വീടുകൾ അങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വീടുകളാട്ടോ നോക്കിയേ. എന്താ ഒരു വലിയ മലേൻ്റെ മുകളിൽ ഫുള്ള് വീടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ താഴെയിലാണെങ്കിൽ അട്ടിക്കട്ടിക്കായിട്ട് വേറെ വീടുമുണ്ട്. താഴെ കൂടി റോഡും പോകുന്നുണ്ട് കേട്ടോ, വേറെ റോഡ്. പിന്നെ മലേൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് ആയാൽ നീക്കാനായിട്ടുള്ള പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല, ഫുള്ള് ലാൻഡ് സ്ലൈഡിങ് ആണ് ഇവിടെയൊക്കെ. ഇവിടെ കണ്ടോ, ഏതൊരു ടൗണിൻ്റെ വ്യൂ പോയിൻ്റാണ് നമ്മളുള്ളത് ഇപ്പോൾ. ഏതാ ടൗണെന്നൊന്നും അറിയില്ല. ബെനിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 3 കിലോമീറ്റർ, അതാണോന്നും അറിയില്ല. അതായിരിക്കും മിക്കവാറും. ഈ റോഡ് കണ്ടോ, ഈ താഴെ കൂടി പോകുന്നത്, അതാണ് പൊക്കാരക്ക് വേണ്ടി റോഡ്. നമ്മൾ ഏത് വഴിയാണ് വരികയെന്നൊന്നും അറിയില്ല. നോക്കട്ടെ, തിരിച്ചു വരുന്നത് ചിലപ്പോൾ വണ്ടിക്കറ്റം വരേണ്ടി വരും. എനിക്ക് കഴിയൂല ഈ സാധനം തിരിച്ചു വരാൻ. ഒരു പുള്ളി വിളിച്ചതാട്ടോ, എന്ത് രസമല്ലേ കാണാനിത്. ഓഫ് റോഡാട്ടോ അവിടെ എല്ലാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്ലൊക്കെ വീണിട്ട് ഫുള്ള് റോഡും പോയി കിടക്കാട്ടോ. ചില സ്ഥലത്തൊക്കെ ഫുള്ള് ഓഫ് റോഡാണ് കുറേ സ്ഥലത്ത്. ഇതാട്ടോ ബെനി എന്ന് പറഞ്ഞ സ്ഥലം നോക്കിക്കേ, എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. പക്ഷേ ഫുള്ള് ബിൽഡിങ്ങുകളാണ്, എനിക്ക് മനോഹരം ഇഷ്ടമല്ല. ഫുള്ള് ബിൽഡിങ് കാര്യങ്ങളാട്ടോ, അങ്ങ് വരെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോകേണ്ടത്. ഇത് ഗണ്ഡകി റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് ബിൽഡിങ് കാര്യങ്ങളാട്ടോ ബെനിയിൽ. ഇവിടെ നിന്നെങ്കിലും കഴിച്ചിട്ട് അടുത്തൊരു ഗ്രാമത്തിലേക്കാട്ടും പോയി സ്റ്റേ നോക്കണം, അല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. എനിക്ക് ഇവിടെ ഇഷ്ടമായില്ല. വന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് തന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറേ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ കഴിക്കുന്നതിന് 150 രൂപയ്ക്ക് കഴിക്കുന്നതിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം 4-5 പീസ് മാത്രം കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതാണിപ്പോൾ എന്താ അവസ്ഥ നമ്മളെ. ഇനി ഇതൊന്നും എല്ലാം ഒഴിവാക്കണം. ഇനി നോർമൽ ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകണം, പൊക്കാലെത്തണം. ഇതാട്ടോ ബൈനി ബസാർ എന്ന് പറയുന്നത്. ചെറിയ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട വഴിയും അതേപോലെ തന്നെ ഇതുവഴി കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കണമെങ്കിലും ബൈനി ബസാറിൻ്റെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകണേന്ന് ചോദിച്ചിട്ട് പോകണം, അറിയില്ല കറക്റ്റ്. ഇതൊക്കെ ബൈനി ബസാറിൻ്റെ ഭാഗം കേട്ടോ. ഫുള്ള് ഡ്രസ്സിൻ്റെ കടകളും എല്ലാം ഉണ്ട്, ക്ലോത്തും എല്ലാ സാധനവും ഇവിടെ കിട്ടും. അത്യാവശ്യം നല്ല വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിലത്തെ മെയിൻ സ്ഥലമല്ല, അപ്പോൾ അത്യാവശ്യം വലുത് തന്നെ ആയിരിക്കും. റൗണ്ടൊക്കെ ഉണ്ട്, നല്ല റോഡാട്ടോ ഇവിടെ. അങ്ങോട്ടേക്ക് എന്താവുമെന്ന് അറിയില്ല. ഇതൊക്കെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പുകളാണ് മൊത്തമായിട്ട്. വലിയ സിറ്റി ആട്ടോ ഇത്, ചെറുതൊന്നുമല്ല. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് വലിയൊരു മാർക്കറ്റാട്ടോ ഇത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അയ്യോ എന്ത് വലിയ മാർക്കറ്റായത്. ഇത് കഴിയുന്നില്ല കേട്ടോ, ചവിട്ടിയിട്ട് കുറേ നേരം ചവിട്ടാൻ തുടങ്ങിയിട്ട്. നോക്കിക്കേ ഫുൾ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ നമുക്ക് ഇനിയും കുറേ ദൂരം പോകാണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒന്ന് കടന്നു കിട്ടണം, ഈ സിറ്റി ഒന്ന് കടന്നു കിട്ടണം. സ്കൂളും വിട്ടിട്ട് പിള്ളേർ പോകുന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ പിള്ളേരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. എത്ര പിള്ളേരായത് സ്കൂളിൽ വിട്ടിരുന്നേ. ഇന്ന് എപ്പാട് വന്നിട്ട് ഇത്രയും സ്കൂളിൽ പിള്ളേരെ കാണുന്ന ആദ്യമായിട്ട് കേട്ടോ. വാണ്ടറിങ് നോമാഡ് ഫുള്ള് പിള്ളേരാട്ടോ ഇവിടെ. ചെമ്മരി ആടിനെയും കൊണ്ട് പോകുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്ന സീരി കുറേ ഉണ്ട് കേട്ടോ. ഫുള്ള് ആട്ടിടമാര് വെഹിക്കിൾ വരുന്നുണ്ട്, ബാഗൊക്കെ ഇട്ടിട്ട്. നമ്മൾ പോകുന്ന വഴി കണ്ട കേട്ടോ, വെള്ളത്തിന് മൊത്തം ചളി കളറാട്ടോ. വ്യൂ നോക്കിക്കേ,
വ്യൂ ഒക്കെ അടിപൊളിയാണ്. മല കണ്ടോ, വലിയ വലിയ മൗണ്ടൻസ് ആട്ടോ അത്, സീന്. നമ്മളങ്ങനെ ഇതാ ഇവിടെ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചാട്ടോ. ഇതൊരു റിസോർട്ടാണ്, എന്തായാലും കാളി ഗണ്ഡകി റിസോർട്ട് എന്നാട്ടോ ഇതിൻ്റെ പേര്. വാട്ടർഫാൾസൊക്കെ ഇവിടെ പിള്ളേരാട്ടോ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാട്ടോ. നോക്കിക്കേ, ഇനി നമുക്ക് പോകേണ്ട വഴി ഫുള്ള് ഓഫ് റോഡ് ആട്ടോ, വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അധികമൊന്നും എത്തിക്കില്ല, ബനിന്ന് 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയിട്ടേ ഉള്ളൂ. ഇതാട്ടോ റിസോർട്ട്, കാളി ഗണ്ഡകി റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ സ്വിമ്മിങ് പൂളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. വേറെ അപ്പുറമുണ്ട് സ്വിമ്മിങ് പൂള്. വലിയൊരു ഹോട്ടലാട്ടോ, റിസോർട്ടായിരുന്നു. നമ്മളിവിടെ ചോദിച്ച് ഇവിടുത്തെ ഓണർ സമ്മതിച്ചാട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ചാണ്, ഈ ഒരു ഏരിയൻ്റെ അകത്ത് ടെൻ്റ് അടിച്ചതാണ്. രസമില്ലേ? പൈസ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പൈസ കുറച്ച് ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇന്ന് ഇവിടുന്ന് ഫുഡൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കണം. ഇനി എനിക്ക് ഡൗട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ എന്നുള്ളതാണ്. കാരണം അങ്ങോട്ടേക്ക് ആകെ പോകാൻ പറ്റുന്ന പൂൺ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് മസ്താങ്ങിലേക്ക് പോകാൻ പറ്റൂല, ഇത്രയും ലോഡ് വെച്ചിട്ട് ഭയങ്കര പാടാട്ടോ. അതായത് മുമ്പിലും ലോഡ് ബേക്കിലും ലോഡ് എല്ലാ സാധനവും കൂടി എടുത്തിട്ടല്ലേ ഞാൻ പോകുന്നത്. ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ ഒരു സ്ഥലത്തും വെക്കാനും പറ്റില്ല, ഇവിടെ നിന്ന് അറിയുന്ന ആരുമില്ല. ആകെ പൊക്കാരം മാത്രം അറിയുന്ന കുറേ കണക്ഷൻ കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നാളെ ഇനി അറിയാം മുന്നോട്ടേക്ക് പോകണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന കാഴ്ചകളും ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ല, ഷെയർ ചെയ്യുക മാക്സിമം. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്, അതുപോലെ തന്നെ വ്യൂസും കുറവാണ്. എന്താണെന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.